ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഇത്. അപ്പോഴത്തേക്ക് ഇതെന്താണെന്ന് വെച്ചാൽ ഞാനത് മീൻ വെട്ടാൻ എടുത്തതേ ഉള്ളൂ. പിന്നെ ഇതിലും വെട്ടാൻ കാണിക്കുന്നില്ല. പക്ഷെ ഞാൻ മൊത്തത്തിൽ വെട്ടി തീർന്നു. ഒരു 1.5 മണിക്കൂർ നിന്ന് പയറ്റി തെളിഞ്ഞെടുത്തെന്ന് പറയാം ആ മീൻ. കാരണം എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഇങ്ങനത്തെ മീനൊക്കെ ഞാൻ വെട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഈ ചൂരയും അയിലയും വാളയൊക്കെ വെട്ടും പോലെയൊന്നുമല്ല ഇങ്ങനത്തെ മീനൊക്കെ വെട്ടണത്. കാരണം നല്ലതുപോലെ തേച്ച് ആ വെട്ടണതിനെക്കാട്ടിയും പാടാണ് അതിൻ്റെ ഉളുമ്പ് കളയാനായിട്ട്. കാരണം അത് ചെതമ്പൽ മൊത്തം നമ്മുടെ ദേഹത്തും മേലും വീട്ടിനകത്തൊക്കെ തെറിക്കും. നമുക്ക് മുറ്റത്ത് പുറത്തിട്ട് മീൻ വെട്ടേണ്ട ഒരു സാഹചര്യം ഇല്ലല്ലോ, സ്ഥലമില്ല. അപ്പം വീട്ടിനകത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് മൊത്തം എൻ്റെ ദേഹത്തൊക്കെ തെറിച്ച് തറയെ തെറിച്ച് അത് പോരാഞ്ഞിട്ട് അതൊക്കെ തൂത്തുവാരി നമ്മൾ കളഞ്ഞിട്ട് ദേഹത്തുള്ളത് തട്ടിക്കളഞ്ഞങ്ങ് പോകും. അത്രയ്ക്ക് ഒരു വല്ലാത്ത ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം അത് കഴിഞ്ഞിട്ട് മീൻ വെട്ടി കഴുകണതാണ്. കഴുകാനെടുക്കണത് എങ്ങനെയെന്നറിയാം, വിനാഗിരിയും പുളിവെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകണം. അത് കഴിഞ്ഞിട്ട് ഉപ്പ് വാരിയിട്ട് തേക്കണം. ഇതെല്ലാം ചെയ്താലേ എനിക്ക് ആ മീനിൻ്റെ മീനൊക്കെ നല്ല ടേസ്റ്റായിരിക്കും, കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. പക്ഷേ അതിൻ്റെ ഉളുമ്പ് കളഞ്ഞ് കിട്ടണം. അതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാം ഞാൻ അതുപോലെയൊക്കെ ചെയ്യും. ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ ആറ്റ് മീനൊക്കെ കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ലതുപോലെ അറിയാം ഞാൻ. അപ്പോൾ അതുകൊണ്ടിട്ട് കറി വയ്ക്കുമ്പോൾ നല്ല കുടംപുളിയൊക്കെ ഇട്ട് തന്നെ വയ്ക്കേണ്ടത്. പക്ഷേ വെട്ടി കഴുകി എടുക്കണ പാടാണ് ഉള്ളത്. അതിൽ മാത്രമാണ് ഞാൻ ഇച്ചിരി പാട് വെട്ട് പോണത്. പക്ഷേ ഞാൻ എല്ലാം ചെയ്യും, നല്ലതുപോലെ കറിയൊക്കെ വയ്ക്കും, നല്ലതുപോലെ വയ്ക്കും. അപ്പോഴത്തേക്ക് ഞാനെല്ലാം കഴുകി വെട്ടി എല്ലാം ക്ലീനാക്കി നല്ല വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ മൊത്തം തൂത്ത് വാരി ഇട്ടിട്ട് ആ തറ മൊത്തം ഞാൻ മെയിനായിട്ട് ചെയ്യണത് എന്താണെന്നറിയാം, തുണി മുക്കണ പശയുണ്ട്, നല്ല തുണിയിൽ മണം കിട്ടണ പശയില്ലേ, ആ പശ ലൂസാക്കി എടുത്ത് വെള്ളം ഒഴിച്ച് ലൂസാക്കി ഇട്ടിട്ട് അതവിടെ മൊത്തം ഞാൻ തളിക്കും. അതാണ്, അല്ലെങ്കിൽ ആ ഒരു മീനിൻ്റെ സ്മെല്ല്. പക്ഷെ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ വീട്ടിനകത്ത് ഒഴിച്ചിട്ടില്ല കേട്ടോ, എല്ലാം ഞാൻ വെളിയിൽ തന്നെ കളഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ടാണ് പിന്നെ മീൻ കറി വെച്ചത്. പിന്നെ ഇനി മീൻ കറിയൊക്കെ വെച്ചതിന് ശേഷം ഞാൻ ചോറ് കഴിക്കണമെന്നും കാണിക്കണില്ല, മീൻ കറി വെച്ചു. പിന്നെ അടുത്ത് ഇത് വച്ച് ഇനി അത് തണുത്ത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ ചോറ് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ കുളിയും കഴിഞ്ഞ് എത്തി കേട്ടോ, അല്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. എൻ്റെ ദേഹം മൊത്തം ഭയങ്കര മീനിൻ്റെ സ്മെല്ലായിരിക്കും. അപ്പോൾ കുളിച്ചതിന് ശേഷം മാത്രമേ ഞാൻ അടുക്കളയിൽ കയറിയപ്പോൾ പിന്നെ മീൻ കറി വെക്കണമെന്ന് ഞാൻ പിടിച്ചില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ കറി വെക്കണത് ഞാൻ എടുക്കത്തില്ലെന്ന്. അപ്പോൾ മീൻ കറി വെക്കണ എടുത്തില്ല. അപ്പോൾ ഞാൻ മീനെല്ലാം കറി വെച്ചു. ഇനി ഈ മീൻ ഇച്ചിരി നേരം അവിടെ ഇരിക്കട്ടെ, ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എടുക്കാവൂ. ഏത് മീനായിരുന്നാലും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം നല്ലത്. പ്രത്യേകിച്ച് ആറ്റ് മീനൊക്കെ വച്ചോണ്ടേ എടുക്കരുത്, തണുത്തതിന് ശേഷം മാത്രമേ എടുത്ത് കഴിക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ പിന്നെ അവിയലും കൂടെ വെച്ച്, ഉള്ള സമയം കൂടെ അവിയലും കൂടെ വെച്ച്. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ ഭാഗം. അപ്പം എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും സപ്പോർട്ടൊക്കെ തരണേ കൂട്ടുകാരെ. അപ്പം പിന്നെ മറ്റൊരു വീഡിയോ കിട്ടാൻ നമുക്ക് കാണാം കേട്ടോ. അപ്പം 1-ാം പാർട്ട് ആരും കണ്ടില്ലേ, 2-ാം പാർട്ടെങ്കിലും ഒന്ന് കാണണേ കേട്ടോ, കഷ്ടപ്പെട്ടൊക്കെ എടുക്കണതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നാലേ എനിക്ക് വേറെ വീഡിയോ ഇടാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പം എല്ലാ കൂട്ടുകാരും ഇത് കാണണം എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ മുറിഞ്ഞു, മുട്ടിടിച്ച്, അങ്ങനെയൊക്കെ കുറേ പണിയൊക്കെ എനിക്ക് കിട്ടി കേട്ടോ. അതൊന്നും ഞാൻ കാണിക്കണില്ല. എൻ്റെ മുട്ട് വന്ന് ഇടിച്ച്, പിന്നെ അത് തോർത്ത് തലയിൽ കൂടെ ഇടാൻ പോയപ്പം മതിൽ വന്ന് മുട്ടിടിച്ച് അത് കുറേ ചോര പോയി. അതിന് ഈ മീനിന് പൈസ കൊടുക്കാൻ പോയപ്പം പറ്റിയതാണ്. അത് കഴിഞ്ഞിട്ട് മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പം കൈ ഒന്ന് മുറിഞ്ഞ് അതിൽ കൂടെ കട്ടയ്ക്ക് ബ്ലഡ് വന്ന്, എന്നിട്ടൊന്നും വക വെച്ചില്ല.